ഓണം സ്പെഷ്യൽ സാമ്പാർ പൊടി. ഇപ്രാവശ്യത്തെ ഓണം സ്പെഷ്യൽ സാമ്പാർ ഉണ്ടാക്കാൻ നമുക്ക് തന്നെ ഒരു സാമ്പാർ മസാല ഉണ്ടാക്കാം. ഞാൻ ബാബ റോയി, ബാബാസ് കുസിലേക്ക് ഏവർക്കും സ്വാഗതം. ഈ സാമ്പാർ മസാല ഉണ്ടാക്കിയത് എങ്ങനെയാണെന്ന് നമുക്കൊന്ന് നോക്കാം. പച്ചരി ഒന്ന് വറുത്തെടുക്കാം. എണ്ണയൊന്നും ഒഴിക്കേണ്ട, അല്ലാതെ തന്നെ മൂപ്പിച്ചെടുക്കാം. സ്വാദിഷ്ടമായ ഈ വർഷത്തെ ഓണം സ്പെഷ്യൽ സാമ്പാർ പൊടി നമുക്ക് തന്നെ ഉണ്ടാക്കി സാമ്പാർ ഉണ്ടാക്കാം. ഓക്കെ, അപ്പോൾ അതിനകത്ത് എന്തൊക്കെ ഐറ്റംസാണ് ഇടുന്നതെന്ന് നിങ്ങൾ നോക്കിക്കോണം. ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കട്ടെ. അരി വിട്ടു ഇതിനകത്ത്. ഇനി നമുക്ക് ഈ ഉലുവ ഒന്ന് വറുത്തെടുക്കാം. ഈ ഉഴുന്ന് പരിപ്പ് വറുത്തെടുക്കാം. ഉഴുന്ന് വറുത്ത് ഈ റെഡ് ദാല് വറുത്തെടുക്കാം. ഇതിന് പകരം യെല്ലോ ദാലായാലും മതി. ഞാനിപ്പോൾ എടുത്തേക്കുന്ന ഈ റെഡ് ദാല. ഓക്കെ, അതൊന്ന് മൂപ്പിച്ച റെഡ് ദാലിന് ചെറിയ ജീരകം അതൊന്ന് മൂപ്പിച്ചെടുക്കുക. മൂപ്പിച്ച ജീരകം ഇട്ട് കൊടുക്കാം. ഈ കുരുമുളക് മൂപ്പിച്ചെടുക്കുക. മൂപ്പിച്ച കുരുമുളക് ഇടാം. ഈ കറിവേപ്പില മൂപ്പിച്ചെടുക്കുക. ഈ കറിവേപ്പില പകുതി മൂത്തു. ഇനി അതിനകത്തോട്ട് ഉണക്കിയ മേത്തി ലീഫ് അതും കൂടെ ഇട്ട് നമുക്ക് മൂപ്പിച്ചെടുക്കാം. ഇത് രണ്ടും കൂടി ഒരുമിച്ച് മൊരിച്ചെടുക്കാം. കറിവേപ്പില മൂപ്പിച്ചത് അതിനകത്തോട്ട് ഇട്ട് കൊടുക്കാം. ഈ കായം മൂപ്പിച്ചിട്ട് കൊടുക്കാം. ഇതെല്ലാം നമ്മൾ മൂപ്പിച്ചു. ഇനി നമുക്കിതെല്ലാം കൂടെ നല്ല വൃത്തിയായിട്ടൊന്ന് പൊടിച്ചുകൊണ്ട് വരാം. ഞാൻ ആ തവയിലോട്ട് തന്നെ ഇതിനൊരു നിറച്ചെടുത്തിട്ടില്ല. 3/4 ഭാഗം മുളക് പൊടി ഇടാം. ഇതിന് 1.5 കപ്പ് മല്ലിപ്പൊടി ഇട്ട് കൊടുക്കണം. കടലപ്പൊടി ഇട്ട് കൊടുക്കാം. ഇഞ്ചിയുടെ പൗഡർ ഇട്ട് കൊടുക്കാം. മഞ്ഞൾ പൊടി ഇട്ട് കൊടുക്കാം. ഈ മസാലകൾ നമുക്കൊന്ന് മൂപ്പിച്ചെടുക്കാം. ആ മസാലകൾ മൂത്ത് തുടങ്ങി. അതിനകത്തോട്ട് തന്നെ നമ്മളിപ്പം വറുത്ത് പൊടിച്ചില്ലേ, അത് ഇട്ട് കൊടുത്ത് മൂപ്പിച്ചെടുക്കാം. അതെല്ലാം കൂടെ നല്ല വൃത്തിയായിട്ട് ചെറിയ തീയിൽ ഒന്നും കൂടെ ഒന്ന് മുരിച്ചെടുക്കാം. ഓണം സ്പെഷ്യൽ സാമ്പാർ പൊടി. ഇനിയും ഇതേപോലെ നല്ലൊരു വീഡിയോയുമായി കടന്നു വരുന്നിടം വരെ ഏവർക്കും താങ്ക്സ്.